ഹായ് ഫ്രണ്ട്സ്, റൊമാൻസ് ഇൻ ദി ഹൗസിന്റെ ഏഴാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ജയനെയാണ്. ജോഗിംഗ് ചെയ്യുമ്പോഴാണ് ജയ മിറയെ കാണുന്നത്. മിറ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നു. സാധനങ്ങളൊക്കെ റോഡിൽ നിൽക്കുന്ന മിറയുടെ അടുത്തേക്ക് ജയ എത്തി. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നതാണോ എന്ന് ജയ മിറയോട് തിരക്കി. സാധാരണ വീക്കെൻഡ്സിൽ ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മിറ ജയോട് ചോദിച്ചു. അവർ ഓരോ സ്ഥലങ്ങളിൽ പോവെന്ന് ജയ മറുപടി നൽകി. അതേപോലെയുള്ള സ്ഥലങ്ങളിലാണോ എന്ന് മിറ ചോദിച്ചു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് മിറയുടെ അമ്മയും അച്ഛനെയുമാണ്. മിറ നമ്മളെക്കാട്ടി മെച്ചുവേർഡാണ്. നീ ആദ്യം മിറയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേക്ക്. ഉറപ്പായിട്ടും അവൾക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. അവൾ നമ്മുടെ മകളാണ്. അവൾ മോശമായി ഒന്നും ചെയ്യില്ല എന്ന് ജിൻ അമ്മയോട് പറഞ്ഞു. അമ്മ വീട്ടിലെത്തിയപ്പോഴാണ് മിറ വീട്ടിൽ നിന്ന് പോയ കാര്യം അറിഞ്ഞത്. മിറ അയച്ച മെസ്സേജുകൾ അമ്മ നോക്കുന്നു. അമ്മയ്ക്ക് രണ്ടുപേരുടെയും കൂടെ ജീവിക്കാൻ സാധിക്കില്ല. അമ്മ അച്ഛന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോകുന്നു. അതാണ് എല്ലാവർക്കും നല്ലത് എന്ന് മിറ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. അമ്മ മിറയെ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ മിറ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് മിറയും ജയിനെയുമാണ്. മിറയുടെ വെട്ടി താൻ പിടിക്കാമെന്നും പറഞ്ഞ് ജയ പിടിച്ചു മേടിക്കുന്നു. എന്നാൽ കുഴപ്പമില്ലെന്നും താൻ പിടിച്ചോളാമെന്നും പറഞ്ഞ് മിറ അത് തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടുപിടിച്ച് വലിച്ച് അവസാനം മിറ നിലത്തേക്ക് വീണു. മിറയുടെ ഡ്രസ്സ് മുഴുവൻ ചീത്തയായി. അങ്ങനെ അവസാനം മിറയ്ക്ക് ജയയുടെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറേണ്ട അവസ്ഥ വന്നു. മിറ ഡ്രസ്സ് മാറാൻ പെട്ടി തുറന്നു. തായ്ലൻഡിലെത്തി അവിടെ വെച്ച് കുറെ ഫോട്ടോ എടുക്കണമെന്ന് മിറയുടെ അമ്മ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ അവിടെ വെച്ചിടാനുള്ള ഡ്രസ്സായിരുന്നു ആ പെട്ടിക്കകത്ത്. മിറ അതിലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് വന്നു. അതിൽ മിറയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ജയയുടെ ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഫുഡ് കഴിക്കാനിരുന്നു. ജയ അവന്റെ ഒരു കോട്ട് മിറയ്ക്ക് നൽകി. ഇങ്ങനെ നീ ഇരുന്ന താണു പഠിച്ച് പനി പിടിക്കുമെന്ന് ജയ സ്നേഹത്തോടെ പറയുന്നു. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്ന് ഫ്രണ്ട്സ് ചോദിച്ചു. ജയ പ്ലസ് വെച്ചുള്ള പരിചയമാണെന്ന് ജയ മറുപടി നൽകി. ജയ മിറയ്ക്ക് ഫുഡ് എടുത്തു കൊടുത്തു. എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നൊക്കെ ജയ തിരക്കി. മിറ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ മിറയ്ക്ക് നല്ല വിശപ്പുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. നല്ല ഫുഡാണെന്ന് മിറ ചമ്മിക്കൊണ്ട് പറഞ്ഞു. ഫ്രണ്ട്സ് മിറയ്ക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു. എന്നാൽ മിണ്ടായിരിക്കാൻ പറഞ്ഞ് ജയ ദേഷ്യപ്പെട്ടു. കുഴപ്പമില്ല, തനിക്കും ഡ്രിങ്ക്സ് എടുത്തോളാൻ മിറ പറഞ്ഞു. ഡ്രിങ്ക്സ് അടിയൊക്കെ കഴിഞ്ഞ് അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ജയയും മിറയും. ഇതുകൂടി കഴിഞ്ഞാൽ താൻ പോവുമെന്ന് മിറ ജയനോട് പറയുന്നു. അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നു. എന്താണ് നീ അപ്സെറ്റ് ആവാനുള്ള കാരണം എന്ന് ജയ തിരക്കി. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയും ഞാൻ ഒരുപാട് വെറുക്കുന്ന വ്യക്തിയും ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല. അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരിക്കലും അമ്മയും അയാളും കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു എന്ന് മിറ പറയുന്നു. ജയ തന്റെ സത്യങ്ങളൊക്കെ മിറയോട് പറയുന്നു. സിഇഒ ഇല്ലേ, അയാൾ പേപ്പറിൽ മാത്രമാണ് എന്റെ അച്ഛൻ. അയാൾ ശരിക്കും എന്റെ ബ്രദറാണ്. എന്റെ ശരിക്കുമുള്ള അച്ഛൻ, അതായത് ചെയർമാൻ, ഒരു ദിവസം ഒരു പൊടി കുഞ്ഞിനെ ഫാമിലിയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ സ്വത്ത് തർക്കം ഉണ്ടാവാതിരിക്കാൻ സിഇഒ ആ കുഞ്ഞിനെ തന്റെ മകനായി വളർത്തി. ആ മകനാണ് ഞാൻ. ഈ സത്യങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു അറിഞ്ഞത്. അന്ന് ഞാൻ വീട് വിട്ടിറങ്ങിയതാണ്. നീ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് മിറ ജയനോട് തിരക്കി. അതെ, എനിക്കിപ്പോ ഒരു കുഴപ്പവുമില്ല. ഞാൻ ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടിയതാണ് എന്ന് ജയ പറഞ്ഞ് ഇമോഷണൽ ആവുന്നു. മിറ ജയനെ ആശ്വസിപ്പിക്കുന്നു. ചില കാര്യങ്ങളിൽ ഒളിച്ചോടുന്നത് തന്നെയാണ് നല്ലത്. ഇതൊന്നും നിന്റെ തെറ്റല്ല. നീ നല്ലൊരു വ്യക്തിയാണെന്നും പറഞ്ഞ് മിറ ജയനെ ആശ്വസിപ്പിക്കുന്നു. രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കുന്നു. അവരുടെ രണ്ടുപേരുടെ ഉള്ളിൽ ഒരു അടുപ്പം രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ മിറ ചാടി എണ്ണീച്ച് വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു. എന്നാൽ താൻ കൊണ്ടുവിടാമെന്ന് ജയ പറയുന്നു. കുഴപ്പമില്ല, ഞാൻ ടാക്സിക്ക് വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ അത് വരുമെന്നും പറഞ്ഞ് മിറ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് നമ്മൾ കാണുന്നത് ടാക്സ് അക്കൗണ്ടന്റിനെയാണ്. ടാക്സ് അക്കൗണ്ടന്റിന് രണ്ട് മക്കളാണുള്ളത്. ടാക്സ് അക്കൗണ്ടന്റ് ഡൈവോഴ്സ്ഡ് ആണ്. മക്കൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ ടാക്സ് അക്കൗണ്ടന്റിന്റെ എക്സ് വൈഫ് ചോദിക്കുന്നു. എന്നാൽ അയാൾക്ക് കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴാണ് ജിന്നിന്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ വിഡ്രോ ചെയ്യാൻ പോകുന്ന സമയത്താണ് ജിന്നിന്റെ കോൾ വന്നത്. നിങ്ങൾക്കുള്ള സാലറി അയച്ചിട്ടുണ്ടെന്ന് ജിൻ പറഞ്ഞു. അക്കൗണ്ടന്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് കൂടുതൽ പണം ഉണ്ടെന്ന് കണ്ടു. നിങ്ങൾ പൈസ കൂടുതലാണ് അയച്ചത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാൻ അത് റീഫണ്ട് ചെയ്യാമെന്ന് ടാക്സ് അക്കൗണ്ട് പറഞ്ഞു. എന്നാൽ ഇത് റീഫണ്ട് ചെയ്യണ്ട എന്നും ഇതാണ് നിന്റെ ഫീസ് എന്നും നിനക്ക് പൈസയ്ക്ക് ആവശ്യമുള്ള കാര്യം എനിക്കറിയാം, നീ ഇത് വെച്ചോളാനും പറഞ്ഞ് ജിൻ കോള് കട്ട് ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് ഫ്യൂണറൽ ചടങ്ങുകളിൽ എത്തിയിരിക്കുന്ന ജിന്നിനെയും ടാക്സ് അക്കൗണ്ടന്റിനെയുമാണ്. അവിടെ വെച്ച് ടാക്സ് അക്കൗണ്ടന്റ് ജിന്നിനോട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ എന്താ വലിയ ആളാണോ എനിക്കെതിരെ ഇത്രയും പൈസയൊക്കെ തരുന്നത്? ഞാൻ ഇപ്പോൾ തന്നെ അത് റീഫണ്ട് ചെയ്യും. എനിക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട എന്നും പറഞ്ഞ് അക്കൗണ്ടന്റ് ജിന്നിനോട് ദേഷ്യപ്പെട്ടു. നീ അർഹിക്കുന്ന പൈസയാണ് ഞാൻ നിനക്ക് തന്നത്, അല്ലാതെ നിന്നെ ഞാൻ ഒരു മോശക്കാരനാക്കാനല്ല എന്ന് ജിൻ പറഞ്ഞു. നീ എനിക്കത് റീഫണ്ട് ചെയ്താൽ ഞാൻ അത് നിനക്ക് തിരിച്ചു തരൂ എന്ന് ജിൻ പറയുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യും. എന്നോട് ഇങ്ങനെ ഒന്നും നന്നായി പെരുമാറണ്ട. നിങ്ങൾ മറ്റൊരു ടാക്സ് അക്കൗണ്ടന്റിനെ കണ്ടുപിടി എന്നൊക്കെ ദേഷ്യത്തിൽ ടാക്സ് അക്കൗണ്ടന്റ് ജിന്നിനോട് പറഞ്ഞു. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഞാൻ നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റും കൊടുക്കുന്നില്ല. എനിക്ക് അക്കൗണ്ടന്റായി നീ മാത്രം മതി. നാളെ മുതൽ ജോലിക്ക് വരണമെന്നും പറഞ്ഞ് ജിൻ അവിടെ നിന്ന് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ അമ്മയെയാണ്. ജിൻ പോയ അതേ ഫ്യൂണറലിന് അമ്മയുണ്ടായിരുന്നു. ഫ്യൂണറൽ എല്ലാം കഴിഞ്ഞ് ജിൻ പുറത്തേക്ക് വരുമ്പോഴാണ് ജിന്നിന്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണുന്നത്. ജിൻ ഒരു ബേസ്ബോൾ അത്ലറ്റ് ആയിരുന്ന സമയം ഒരു ഷോൾഡർ ഇഞ്ചുറി സംഭവിച്ചു. ആ സമയം ജിന്നിന് പകരമായി കളിച്ച ആളായിരുന്നു ഈ വ്യക്തി.
ഭാര്യ എവിടെ, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഫ്രണ്ട്സ് എല്ലാം ജിന്നിനെ ശല്യം ചെയ്തു. ആ സമയം മിറയുടെ അമ്മ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മിറയുടെ അമ്മ തങ്ങൾ ഡൈവോഴ്സ് ആയ കാര്യം മറച്ചുവെച്ച് ഇപ്പോഴും ഹസ്ബൻഡും വൈഫും ആണെന്ന് അവരുടെ മുന്നിൽ അഭിനയിച്ച് അവിടെ നിന്ന് പോയി. നിങ്ങൾക്ക് എന്താ പ്രതികരിക്കാൻ അറിയത്തില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതും കേട്ട് മിണ്ടാതിരിക്കുവാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് മിറയുടെ അമ്മ ജിന്നിനോട് ദേഷ്യപ്പെട്ടു. നീ എന്തിനാണ് അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? നീ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ ലൈഫ് എന്തെങ്കിലും മാറാൻ പോകുന്നുണ്ടോ എന്ന് ജിൻ ചോദിച്ചു. നിങ്ങൾക്ക് വെറും ഈഗോയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തിയതെന്നോ എന്നൊക്കെ പറഞ്ഞ് മിറയുടെ അമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ടാക്സിയിൽ കയറിപ്പോയി. പിന്നീട് നമ്മൾ കാണുന്നത് വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന മിറയെയാണ്. മിറ അമ്മയോട് സംസാരിക്കുന്നു. ഞാൻ കുറച്ചു നാളത്തേക്കാണ് അനിയനെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്, അവനൊരു ബോധം വരുന്നത് വരെ എന്ന് മിറ അമ്മയോട് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് അടിച്ചത്. നീ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഹോട്ടലിലേക്ക് എത്തിയത് എന്ന് മിറയുടെ അമ്മ പറഞ്ഞു. മിറയ്ക്ക് തന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി. അമ്മയെ ബുദ്ധിമുട്ടിപ്പിച്ചതിന് മിറ സോറി പറഞ്ഞു. അപ്പോഴാണ് മിറ ടേബിളിൽ 2 കപ്പ് ഇരിക്കുന്നത് കണ്ടത്. മിറയ്ക്ക് പിന്നെയും ഡൗട്ടായി. അനിയൻ അച്ഛൻ്റെ കൂടെയാണ്. അപ്പൊ പിന്നെ ഇവിടെ വന്നിരുന്നത് ജിൻ തന്നെ ആയിരിക്കുമെന്ന് മിറ വിശ്വസിച്ചു. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ഡേറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്തോ, ഇതൊന്നും ഇനി എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഉടനെ തന്നെ നിങ്ങൾ പിന്നെയും പിരി, അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നും പറഞ്ഞ് മിറയുടെ റൂമിലേക്ക് പോയി. അപ്പോഴാണ് മിറയുടെ അമ്മ ജയെ പറ്റി തിരക്കിയത്. കൊളീഗ്സുമായിട്ട് ഡ്രിങ്ക്സ് അടിച്ചിരുന്ന സമയത്ത് ജയും അതിന്റെ കൂടില്ലായിരുന്നോ? അങ്ങനെ ജയ് ഫിറ്റായി. അവന്റെ അഡ്രസ് അറിയാത്തതുകൊണ്ടല്ലേ നീ ഹോട്ടലിലേക്ക് വന്നതെന്ന് മിറയുടെ അമ്മ തിരക്കി. അതേ എന്ന് മാത്രം മിറ മറുപടി നൽകി. എന്താണ് വ്യക്തമായി ഉണ്ടായതെന്ന് പറയാൻ മിറയുടെ അമ്മ പറഞ്ഞു. എല്ലാം ഒന്നും ഇനി അമ്മ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് മിറയുടെ റൂമിലേക്ക് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് ജയയാണ്. വീട്ടിൽ സേഫായി എത്തിയോ എന്നറിയാൻ വേണ്ടി ജയ് മിറയ്ക്ക് മെസ്സേജ് അയക്കുന്നു. എന്നാൽ അതിനൊരു മറുപടി പറയാതെ ഇന്ന് കരാട്ടെ ക്ലാസ് ഇല്ലേ എന്ന് മിറ തിരക്കി. ജയ് അപ്പൊ തന്നെ മിറയെ വിളിച്ചു. കരാട്ടെ ക്ലാസ്സിന്റെ മുന്നിലാണോ എന്ന് മിറയോട് തിരക്കി. അതെ എന്ന് മിറ മറുപടി പറയുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഞാൻ നിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാമെന്ന് ജയ് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ജയും മിറയും കണ്ടുമുട്ടി. മിറയെ സൈക്കിൾ പഠിപ്പിക്കാനായിരുന്നു ജയുടെ ഉദ്ദേശം. എന്നാൽ മിറ അതിന് സമ്മതിച്ചില്ല. നിനക്ക് പേടിയാണോ? ഒരു 10 മിനിറ്റ് നിനക്ക് ഇഷ്ടമായില്ലേ നമുക്ക് അതപ്പം തന്നെ നിർത്താമെന്ന് ജയ് പറയുന്നു. അങ്ങനെ ജയ് മിറയെ സൈക്കിളിൽ ചവിട്ടാൻ പഠിപ്പിച്ചു. ആ സമയം അതെല്ലാം ജിൻ കാണുന്നുണ്ടായിരുന്നു. ജിൻ പെട്ടെന്ന് പഴയ കാര്യങ്ങൾ ഓർത്തു. കുട്ടി മിറ ജിന്നിനോട് സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോ കുറച്ച് തിരക്കാണ്, നാളെ എന്തായാലും പഠിപ്പിക്കാമെന്നും പറഞ്ഞ് ജിൻ അവിടെ നിന്ന് പോയി. ജിൻ നേരെ കൂട്ടുകാരന്റെ കൂടെ ഡ്രിങ്ക്സ് അടിക്കാനാണ് പോയത്. ആ കാണുന്ന സ്ഥാനത്ത് നീയായിരുന്നു വരേണ്ടത്, ഒരിക്കലും അവനായിരുന്നില്ല എന്ന് കൂട്ടുകാരൻ പറയുന്നു. നീ എന്തിനാണ് നിന്റെ കരിയർ ഉപേക്ഷിച്ചത്? ആ മിറ കാരണമല്ലേ? അവളാണ് നിന്റെ ജീവിതം നശിപ്പിച്ചത്. അവളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു നീ നിന്റെ കരിയർ ഉപേക്ഷിച്ചത്. ഇതൊന്നും ആരും നിന്റെ മുഖത്ത് നോക്കി പറയില്ല എന്ന് സുഹൃത്ത് പറയുന്നു. അപ്പോഴാണ് മിറ അവിടെ നിന്ന കാര്യം ജിൻ കണ്ടത്. കുട്ടി മിറയ്ക്ക് അത് ഒരുപാട് വിഷമം ഉണ്ടാക്കി. അവൾ നേരെ വീട്ടിൽ ചെന്ന് സൈക്കിളെല്ലാം പൊട്ടിച്ചിട്ടു. ഇതെല്ലാം ജിൻ ഇപ്പോൾ ഓർത്തെടുത്തു. അപ്പോഴാണ് മിറ ജിന്നിനെ കാണുന്നത്. അലക്ഷ്യമായി ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ച ഒരാൾ ജിന്നിനെ ഇടിക്കാൻ വരുന്നത് മിറ കണ്ടു. മിറ നേരെ സൈക്കിൾ ജിന്നിന്റെ നേരെ ഓടിച്ചു. ജിന്നിനെ അയാൾ ഇടിക്കാതിരിക്കാൻ നേരെ മിറ ജിന്നിന്റെ നേരെ പോയി. അങ്ങനെ മിറ നേരെ സൈക്കിളിൽ നിന്ന് വീണു. ജിന്നും ജയും മിറയുടെ അടുത്തേക്ക് ഓടിയെത്തി. അവർ രണ്ടുപേരും മിറയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. നീ എന്തിനാണ് അങ്ങോട്ടേക്ക് ഓടിച്ചു വന്നേ എന്ന് ജയ് തിരക്കി. അത് ഞാൻ പെട്ടെന്ന് ഓടിച്ചപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞതാണെന്ന് മിറ മറുപടി നൽകി. നിനക്ക് എങ്ങനെയാ ഓടിക്കേണ്ടതെന്ന് അറിയില്ലേ എന്ന് ചോദിച്ച് ജിൻ മിറയോട് ദേഷ്യപ്പെട്ടു. അല്ല നീ എന്ത് ചെയ്യുമായിരുന്നു എന്നും ചോദിച്ച് ജിൻ ജയോട് ചൂടാവുന്നു. നിങ്ങളെ ആ വണ്ടി ഇടിക്കാൻ വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടിച്ചു വന്നതെന്ന് മിറ പറയുന്നു. അത് നീ എന്തിനാ അങ്ങോട്ട് വന്നത്? എനിക്ക് എന്ത് സംഭവിച്ചാലും നീ വരേണ്ട കാര്യമില്ല, നീ നിന്റെ സുരക്ഷിതമാണ് നോക്കേണ്ടതെന്ന് ജിൻ പറഞ്ഞു. രണ്ടുപേരും ആകെ ഇമോഷണലായി. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ മിറയോട് ജിൻ സംസാരിക്കുന്നു. ഇതേപോലുള്ള ഡേഞ്ചറായ കാര്യം നീ ഇനി ആവർത്തിക്കരുത്. നിനക്ക് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു തിരിച്ചു വന്ന് നിന്നെ ഉടനെ സൈക്കിൾ പഠിപ്പിക്കുമെന്ന്. പക്ഷെ ആ പ്രോമിസ് എനിക്ക് ഒരിക്കലും നടത്താൻ സാധിച്ചിരുന്നില്ല. അതെനിക്ക് നിന്നോട് ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ടല്ല, എനിക്ക് എന്നോട് തന്നെയായിരുന്നു വെറുപ്പ്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. നീ ഉണ്ടായത് എനിക്കൊരു റിഗ്രറ്റും ഇല്ല. നീ ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ട ഒരു മകളാണ്. എന്റെ ലൈഫിലെ ഏറ്റവും നല്ല കാര്യമാണ് നീയും സഹോദരനും അമ്മയും എല്ലാം. ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് ജിൻ പറയുന്നു. ജിന്നിന്റെയും മിറയുടെയും കണ്ണു നിറഞ്ഞിരുന്നു. മിറയ്ക്ക് ശരിക്കും വിഷമമായി. മിറ നന്നായിട്ട് കരഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ അമ്മയെയാണ്. മിറയുടെ റൂം എല്ലാം വൃത്തിയാക്കുകയാണ് അമ്മ. ആ സമയത്ത് മിറയുടെ അമ്മ ഒരു ബോക്സ് കാണുന്നു. അതിൽ നിന്ന് മിറയുടെ അമ്മയ്ക്ക് ഒരു പേപ്പർ കിട്ടി. അത് എഗ്രിമെന്റ് പേപ്പർ ആയിരുന്നു. മിറയും ജിന്നും ഒപ്പുവെച്ച അതേ എഗ്രിമെന്റ് പേപ്പർ. അതിപ്പോൾ മിറയുടെ അമ്മ വായിച്ചെടുത്തു. അമ്മ ആകെപ്പാടെ കലിപ്പായി. ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്താണോ മിറയുടെ അമ്മ അറിയരുതെന്ന് ജിന്നും മിറയും തീരുമാനിച്ചത്, അതെന്തായാലും മിറയുടെ അമ്മ ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ? അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.